മക്കളെ, പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള അഥവാ PNC മാക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈറ്റ് ഞാനിത് മേലെ കാണിക്കുന്നുണ്ട്. PNCMAC.in എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ BSc നേഴ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രോസ്പെക്ടസ് കിട്ടാൻ വേണ്ടി ഈ പേജിൽ തന്നെ ഇവിടെ പ്രോസ്പെക്ടസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽ കാണാം. അപ്പോൾ ഈ പേജിൽ തന്നെ അവർ പറയുന്നുണ്ട്, അവരൊരു ഏജൻറ്റിനെ പോലും അഡ്മിഷന് വേണ്ടി അലോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PNC മാക്കിൽ അഡ്മിഷൻ വാങ്ങിത്തരാം എന്ന് ആരും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല. PNC മാക്ക് നേരിട്ട് മാത്രമേ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുള്ളൂ, നേരിട്ട് മാത്രമേ അലോട്ട്മെൻറ്റ് നടത്തുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഏജൻറ്റുമാർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്, നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ PNC മാക്കിൻ്റെ സൈറ്റിൽ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പ്രോസ്പെക്ടസിൻ്റെ ഡീറ്റെയിൽ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ആ സൈറ്റിൽ കയറിയാൽ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ്സ് അസോസിയേഷൻ ഓഫ് കേരള അഥവാ PNC മാക്കിൻ്റെ 2026-27 വർഷത്തേക്കുള്ള BSc നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ്റെ പ്രോസ്പെക്ടസ് ആണ്. അതിൽ PNC മാക്കിൻ്റെ 49ഓളം കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കുക. അതിലാദ്യം അക്കാഡമിക് എലിജിബിലിറ്റി നോക്കുക. അക്കാഡമിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് മാർക്ക് വേണം. എത്രയാണ്? 50% മാർക്ക് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇത് മൂന്നും കൂടെ ചേർത്ത് നിങ്ങൾക്ക് 50% മാർക്ക് വേണം. അതുകൂടാതെ 50% മാർക്ക് ഇംഗ്ലീഷിനും ഉണ്ടാവണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ചേർത്ത് 50%, ഇംഗ്ലീഷിന് മാത്രമായിട്ട് 50% ഉണ്ടാവണം സെക്കൻഡ് ഇയറിൽ. ഇതാണ് അക്കാഡമിക് എലിജിബിലിറ്റി. ഇനി കേരളത്തിന് പുറത്ത് ഏതെങ്കിലും സിലബസിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവരെ പരിഗണിക്കുക. ഇനി ഏജ് നോക്കുക. ഏജ് അപ്ലിക്കേഷൻ ഓർ അപ്ലിക്കൻസ് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 17 ഇയേഴ്സ്. 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. 2026 ഡിസംബർ 31 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. ഇനി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് റെലവൻറ്റ് പേജ് ഓഫ് സ്കൂൾ റെക്കോർഡ്, അതായത് SLC ബുക്കോ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റോ, ഇനി അതല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് പോലെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ നിങ്ങൾക്ക് കൊടുക്കാം. ഇനിയുള്ളത് ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ PNC മാക്കിൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതാ PNCMAC.in എന്നുള്ളതാണ് സൈറ്റ്. അതിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ ഞാൻ പറയാം. 1200 രൂപയാണ് ഫീ, അപ്ലിക്കേഷൻ ഫീ. അത് എല്ലാ കാൻഡിഡേറ്റിനും 1200 രൂപ തന്നെയാണ് അപ്ലിക്കേഷൻ ഫീ. രജിസ്ട്രേഷൻ ബേസിക്കലി 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, സ്റ്റെപ്പ് നമ്പർ 1, എൻ്ററിങ് കാൻഡിഡേറ്റ്സ് ഡീറ്റെയിൽ ഓൺലൈൻ ആൻഡ് ക്രിയേറ്റിംഗ് എ ലോഗിൻ ID ആൻഡ് പാസ്വേഡ്. ആദ്യം ബേസിക് ഡീറ്റെയിൽ കൊടുത്തുകൊണ്ട് ലോഗിൻ ID യും പാസ്വേഡും സെറ്റ് ചെയ്യുക. പിന്നീട് ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ, ഈ 1200 രൂപ അടയ്ക്കുക. കംപ്ലീഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ സബ്മിഷൻ വിത്ത് കോളേജസ് ഓഫ് 10 ഓപ്ഷൻ, എന്നിട്ട് 10 ഓപ്ഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് മാക്സിമം 10 ഓപ്ഷനേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണമെന്ന ആഗ്രഹമുള്ള 10 കോളേജേ കൊടുക്കാൻ പറ്റൂ. 49 കോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ഓപ്ഷനേ കൊടുക്കാൻ പറ്റൂ. ആ 10 ഓപ്ഷനിലാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ്. ഇനി ഒരു ഡോക്യുമെൻറ്റ് പോലും നിങ്ങൾ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല, ഓൺലൈനായിട്ട് മാത്രമാണ് പ്രൊസീജിയേഴ്സ്. ഇനി ആപ്ലിക്കേഷനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ നിങ്ങൾ PNCMAC.in എന്നുള്ള സൈറ്റിൽ കയറുക, അഡ്മിഷൻ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ അഡ്മിഷൻ ഒരു ലിങ്ക് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റും ചോദിക്കും, അതൊക്കെ ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ പേജ് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ID യും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും, അത് ചെയ്യുക. സേവ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് സ്ക്രീൻ കാണിക്കും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ 1200 രൂപ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കുക. ഫീ അടച്ചതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. JPEG ഫോർമാറ്റിലായിരിക്കണം, 30 GB സൈസിനുള്ളിലായിരിക്കണം. അതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, അതും JPEG ആയിരിക്കണം, 20 GB സൈസിലായിരിക്കണം. അങ്ങനെ അവരാവശ്യപ്പെട്ട ഡോക്യുമെൻറ്റുകളുമൊക്കെ കൊടുത്ത് ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 പ്രിഫേർഡ് കോളേജസ് നിങ്ങളുടെ ഓപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് സേവ് കൊടുക്കുക, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി PNC മാക്കിൻ്റെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. ഔട്ട് ഓഫ് 50% മാനേജ്മെൻറ്റ് സീറ്റ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ ആ 100 സീറ്റിലെ 50 സീറ്റുകളും, അതായത് 50% സീറ്റും LBS ആണ് അലോട്ട്മെൻറ്റ് നടത്തുക. ഇനിയൊരു 50% സീറ്റുണ്ട്. ഈ 50% സീറ്റാണ് PNC മാക്ക് നടത്തുക. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് CPASൻ്റേതും പറഞ്ഞത്. CPASനും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ PNC മാക്കിലും 50% LBS ആണ്, 80% PNC മാക്ക്. ഈ 50% സീറ്റുകളിൽ PNC മാക്കിന് അലോട്ട് ചെയ്തിരിക്കുന്ന 50% സീറ്റുകളിൽ 35% സീറ്റ് മാനേജ്മെൻറ്റ് കോട്ട, അതായത് ഇവർ ഈ ആപ്ലിക്കേഷൻ വഴി ഫില്ല് ചെയ്യും. അതിൻ്റെ 15% സീറ്റ് NRIക്കും കൊടുക്കും. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് 50% സീറ്റ് 50% മാനേജ്മെൻറ്റ് സീറ്റ്, ബാക്കി 50% LBS കൊണ്ടുപോയി.
ഈ 50%-ന് 35% ഇവർ ഫില്ല് ചെയ്യും, 15% NRIയും ഇവർ ഫില്ല് ചെയ്യും. അതായത് 50% ഇവർ ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ NRI സീറ്റിലും അപ്ലൈ ചെയ്യാം, ജനറൽ സീറ്റിലും അപ്ലൈ ചെയ്യാം. NRI സീറ്റിൽ ചെറിയ ഫീസിൻ്റെ വ്യത്യാസമുണ്ടെന്ന് കൂടി ഓർക്കുക. ഇനി 5% വെയിറ്റേജ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? CBSE, ICSE, AIC ആ ഒരു സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് നോർമലൈസേഷന് ശേഷം ഒരു 5% മാർക്ക് വെയിറ്റേജ് മാർക്ക് കൂടി കൊടുക്കും. NRI കുട്ടികൾ ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റുകൾ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദ പാസ്പോർട്ട് ഓഫ് സ്പോൺസർ ഉണ്ടാവണം, അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദ റെലവൻറ്റ് പേജ് ഓഫ് ദ പാസ്പോർട്ട് വേറെ എംപ്ലോയ്മെൻറ്റ് വിസ സ്റ്റാമ്പ്ഡ് അതുണ്ടാവണം, അതേപോലെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും ഉണ്ടാവണം. ഇത്രയും ഡോക്യുമെൻറ്റ് NRI കാൻഡിഡേറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അഡ്മിഷൻ്റെ ഡീറ്റെയിൽ നോക്കുക. അഡ്മിഷൻ കിട്ടിയ കുട്ടികളെ വിൽ ബി ഇൻഫോംഡ് ത്രൂ ദ SMS ഇൻ ടു ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ ഇത് സാധാരണഗതിയിൽ എല്ലാ കമ്മ്യൂണിക്കേഷൻസും നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്കാണ് വരിക. പബ്ലിക് നോട്ടിഫിക്കേഷൻ കമ്പാരിറ്റീവ്ലി PNC മാർക്കിൻ്റെ കേസിൽ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ മെസ്സേജുകൾ റെഗുലർലി ശ്രദ്ധിക്കാം. ഇനി അതിൻ്റെ ഫീസ് നോക്കുക. ട്യൂഷൻ ഫീ നോർമൽ ഒരു ജനറൽ സീറ്റിൽ 80,328, സ്പെഷ്യൽ ഫീ 23,980, കോഷൻ ഫീ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 1,13,000 രൂപയുടെ അടുത്ത് ഇത് വന്നിട്ടുണ്ട്. ഈ 23,980 എന്നുള്ളത് പിറ്റത്തെ വർഷം രണ്ടാമത്തെ വർഷം തൊട്ട് 21,230 ആവും. അതൊന്ന് കുറയും. അതേപോലെ ഈ കോഷൻ ഫീ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചിട്ട് ഏകദേശം ഒരു 12,000 രൂപയുടെ കുറവ് പിറ്റേ വർഷം ഉണ്ടാവും. ബാക്കി ഇത്രയും ഫീ ആണ് നോർമലി ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ടത്. അതിൽ നിന്നൊരു 12,000 കുറച്ച് പിന്നുള്ള വർഷങ്ങളിൽ അടയ്ക്കണം. എന്നാൽ NRI കാൻഡിഡേറ്റ് ആണെങ്കിൽ ട്യൂഷൻ ഫീ 1,04,500 രൂപയാണ്, സ്പെഷ്യൽ ഫീ 23,980, കോഷൻ ഫീ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം എത്ര വരും നോക്കുക. ഏകദേശം 1,37,000 രൂപയുടെ അടുത്ത് വരും. സെക്കൻഡ് ഇയർ ഓൺവേഴ്സ് എന്ത് സംഭവിക്കുന്നുണ്ട്? സെക്കൻഡ് ഇയർ ഓൺവേഴ്സ് ഈ സ്പെഷ്യൽ ഫീ 21,000 ചുരുങ്ങും, ഈ 10,000 വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ട്യൂഷൻ ഫീയിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ 1,04,000, ഇവിടെ 80,000 സംതിങ് പ്ലസ് ഈ 21, അപ്പോൾ 1,01,000 ഇത് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ വരുമ്പോൾ അത് 1,04,000 ആണ്, അപ്പോൾ 1,24,000 അടുത്ത് അതും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 25,000 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീസ് വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫീസ് നോക്കിയാൽ കാണാം. ഇനി അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ജൂൺ 9 സ്റ്റാർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ജൂലൈ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജൂലൈ 17 അവർ ഓൾമോസ്റ്റ് ഡേറ്റ വെരിഫിക്കേഷന് ശേഷമുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ ജൂലൈ 25 വരെ കറക്റ്റ് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഫോർ കറക്ഷൻ 25 വരെ കറക്റ്റ് ചെയ്യാം. പ്രൊവിഷൻ ലിസ്റ്റ് ജൂലൈ 31 പബ്ലിഷ് ചെയ്യും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് 3 പബ്ലിഷ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ പിന്നീട് അവർ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു 49 കോളേജുകളിലേക്കാണ് അഡ്മിഷൻ ഉള്ളത്. ഇപ്പോൾ കോളേജുകളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചില്ല. ഓരോ കോളേജുകളിലും എത്ര സീറ്റിലേക്കാണ് അഡ്മിഷൻ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കോളേജുകളുടെ ലിസ്റ്റും കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഒരു എൻഡിലേക്ക് നിങ്ങൾക്ക് ഈ കോളേജുകളുടെ ലിസ്റ്റ് കാണാം. അപ്പോൾ PNC മാക്കിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മറ്റ് അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.